ഉടുമ്പൻചോലയിൽ എം മണിക്ക് പകരം കെ ജയചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നീക്കത്തിൽ ഇടുക്കി ജില്ലാ നേതൃത്വത്തിനും നാട്ടുകാർക്കും പരക്കെ അതൃപ്തി. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതേ ചൊല്ലിയുള്ള വാദങ്ങൾ പുരോഗമിക്കുകയാണ്. വിജയസാധ്യത പരിഗണിച്ച് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത് എം മണിയുടെ പേര് മാത്രമായിരുന്നു. വിജയസാധ്യത കൂടുതൽ എം മണിക്കാണെന്നും എം മണി അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഇടുക്കി ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എം മണിയുടെ പ്രസംഗങ്ങൾ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നും സംസ്ഥാന നേതൃത്വത്തിന് ആശങ്കയുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കുത്തക മണ്ഡലമായ ഉടുമ്പൻചോലയിൽ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു. ഇത് മറികടക്കണമെങ്കിൽ എം മണിയെപ്പോലെ ശക്തനായ സ്ഥാനാർത്ഥി വരണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം. അതിന്റെ അടിസ്ഥാനത്തിലാണ് എം മണി എന്ന ഒറ്റപ്പേരിലേക്ക് ജില്ലാ നേതൃത്വം പോയത്. തുടർന്ന് പ്രചരണം തുടങ്ങുകയും ചെയ്തിരുന്നു. 2 ടേം പൂർത്തിയാക്കിയ എം മണി തന്നെ ഉടുമ്പൻചോലയിൽ വിജയമുറപ്പിക്കാൻ സ്ഥാനാർത്ഥിയാകണമെന്ന നിലപാടാണ് ഇടുക്കി ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 38,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ചത് എം മണിയുടെ ജനകീയത കാരണമാണെന്ന വിലയിരുത്തലിലായിരുന്നു ജില്ലാ നേതൃത്വം. എന്നാൽ ജില്ലാ നേതൃത്വത്തിന്റെ പട്ടിക തിരുത്തിയാണ് സംസ്ഥാന നേതൃത്വം കെ ജയചന്ദ്രനെ പരിഗണിച്ചത്. ഇതേസമയം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം എം മണി സ്ഥാനാർത്ഥിയാവണമെന്ന ആവശ്യവും ശക്തമായി ഉയരുകയാണ്. ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയാണ് സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കുക. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.